ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ 1000 രൂപ ധനസഹായ പദ്ധതിയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റുകൾ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കെല്ലാം തന്നെ ലഭിക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചത്. മാർച്ച് മാസം ആദ്യവാരത്തിൽ അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് അപ്രൂവ് ആയവർക്കും ഓരോ ഗഡു ലഭിച്ചവർക്കുമെല്ലാം തന്നെ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 2 ഗഡു എത്തിച്ചേർന്നത്. അതുപോലെ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ആഴ്ച മുതൽ അപ്രൂവൽ ആയവർക്കുള്ള ധനസഹായ വിതരണവും ആരംഭിച്ചു. അവർക്കും 2 ഗഡുക്കൾ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി 30,000 പേരുടെ അപേക്ഷകൾ ഇപ്പോൾ അപ്രൂവൽ ആയിക്കൊണ്ടിരിക്കുന്നു. വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ അടുത്ത ഗഡു മുതൽ ധനസഹായം ലഭിക്കുന്നതാണ്. 1 വർഷത്തേക്കുള്ള ധനസഹായമാണ് ഇത്തരത്തിൽ ലഭിക്കുക. 1 ലക്ഷം അപേക്ഷകർ മാത്രമാണ് ഇതിലിപ്പോൾ പങ്കാളികളായിട്ടുള്ളത്. എന്നാൽ 5 ലക്ഷത്തോളം അപേക്ഷ സർക്കാർ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് +2 ഡിഗ്രി PGO വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ, അതായത് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ സ്ലിപ്പുകൾ ഇതിൻ്റെ പ്രധാന ഡോക്യുമെൻ്റ്സ് ആണ്. അതുപോലെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ ഗഡു വിതരണമായ 1000 രൂപ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സർക്കാർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട, അതായത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായെന്ന അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് വിതരണം നടക്കുക. DBTയിൽ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ അറിയുന്നതിനു വേണ്ടി പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷനിൽ കയറി സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. 2 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചതായിട്ട് അതിൽ കാണാൻ സാധിക്കും. ഇതുവരെ അപേക്ഷ വെച്ച് അപ്രൂവൽ ആയവർക്കെല്ലാം തന്നെ അവർ അപേക്ഷ വെച്ച തീയതി അനുസരിച്ച് തുക ക്രെഡിറ്റ് ആവുന്നതാണ്. അതായത് നമ്മുടെ പെൻഷനർ ID-യോ അല്ലെങ്കിൽ ആധാർ നമ്പറോ സ്മാർട്ട് ഫയൽ നമ്പറോ ഉപയോഗിച്ച് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അക്കൗണ്ട് വിവരങ്ങളും തുക ക്രെഡിറ്റ് ആയ വിവരങ്ങളും കൃത്യമായിട്ട് അതിലുണ്ടാവും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.